ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ആ രീതിക്ക് സ്ക്രിപ്റ്റ് റൈറ്റർ മറ്റൊരു അഡ്വക്കേറ്റ് എന്ന നിലയിലേക്ക് ഞാൻ ചോദിക്കും. ഞാൻ ഒത്തിരി കോടതിയിൽ വാദങ്ങൾ കേൾക്കാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്കിത് കണ്ടപ്പോൾ ഒത്തിരി എക്സ്പീരിയൻസ് ആയി. നമ്മളൊരു അഭിഭാഷകൻ ഏറ്റിരിക്കുമ്പോൾ എന്നുവെച്ചാൽ വലിയ പിടിപാടുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ ഏറ്റിരിക്കുമ്പോൾ നമ്മളെ പ്രോസിക്യൂട്ടർ ഏറ്റിരിക്കുമ്പോൾ പുറകിൽ നിന്ന് ചിരിക്കുക, അവരെ കളിയാക്കുന്നത്, അതൊക്കെ ഈ സിനിമയിൽ കൃത്യമായിട്ട് അത് എനിക്കൊരു എക്സ്പീരിയൻസ്. ഞാൻ പോയിരുന്നത് കണ്ടിട്ടില്ല ആ ഒരു എക്സ്പീരിയൻസ്. ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് പോയത് കൊണ്ടാണ് എനിക്ക് ഈ അഡ്വക്കേറ്റ് എന്ന മേഡത്തിനോട് സെല്യൂട്ടുള്ളത്. തീർച്ചയായിട്ടും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയി. ഇനി നമ്മൾ സിനിമയിലേക്ക് പോവുകയാണ്. അഭിനയത്തിൽ നല്ലത് സ്ക്രിപ്റ്റ് ആണെന്ന് വിചാരിച്ചു. അഭിനയത്തിനും അപ്പുറത്തേക്ക് സ്ക്രിപ്റ്റ് ആണ് എന്റെ ബലം, അത് കാണിച്ചു. ഇനി അഭിനയമാണ് തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റിലേക്ക് പോകുക? അങ്ങനൊന്നുമില്ല. സ്ക്രിപ്റ്റ് ചെയ്യണം എന്നുണ്ട്, നല്ല കഥകൾ എഴുതണം എന്നുണ്ട്, നല്ല കുറെ കഥകൾ മനസ്സിലുണ്ടാകും, നന്നായിട്ട് എഴുതണം എന്നുണ്ട്. ഒരിക്കലും ഞാനൊരു ആക്ടറാണെന്ന് ഒരിക്കലും ഞാൻ ഇവിടെ അവകാശപ്പെടുന്നില്ല. കാരണം എനിക്കറിയാം ഞാനൊരു ആക്ടർ അല്ല. പിന്നെ ഞാൻ എഴുതിയ സിനിമയിൽ ഇപ്പൊ സാറ് പറഞ്ഞു ഓക്കെ ഈ റോള് ഞാൻ ചെയ്താൽ നന്നായിരിക്കും, കുഴപ്പമില്ല, താനത് കാഷ്വലായിട്ട് ചെയ്യും. ഇപ്പൊ എന്റെ ആക്ടിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ച സിനിമകളിൽ തന്നെ ഞാൻ കാണുമ്പോൾ സിനിമ നല്ലതാണ്, പക്ഷെ അയ്യോ ഞാൻ അത് ചെയ്താൽ നന്നായില്ലാന്ന് തോന്നും. അതൊരു ഡയറക്ടർ പറയും ഓക്കെ താൻ ചെയ്യേണ്ട, ചിലവർക്ക് അത് ഓക്കെയാണ്. ഇപ്പൊ ഇതിനകത്ത് അഹാന എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വളരെ കാഷ്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്, ബാക്കിയെല്ലാം സീനിയേഴ്സ് ആണ്. അപ്പൊ ആ ക്യാരക്ടർ ഞങ്ങൾ കൺസീവ് ചെയ്തത് ഇപ്പൊ വിജയമോഹന്റെ വീട്ടിലേക്ക് എപ്പോഴും ചോദിക്കാതെയും പറയാതെയും കയറി വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അത് വന്നിരിക്കുന്നത്. അവിടെ അഹാന പോയി വളരെ ഫോമലായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ചിലത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് എക്സ്പ്രഷൻ ഒന്ന് പാളിയല്ലോ, അത് നന്നാക്കാം. അപ്പൊ ഞാൻ ഒരിക്കലും ഒരു ആക്ടർ എന്നുള്ള രീതിയിലേക്ക് കുറെ സിനിമ അഭിനയിക്കണം എന്ന് പറയുന്ന ഒരാളല്ല. കാരണം എനിക്കൊരു സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ എന്റെ വക്കീൽ പണിയിലാണ് ഞാൻ ഏറ്റവും നന്നായിട്ട് ഓരോ ദിവസം ബെറ്റർ ആകേണ്ടത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇനി കുറച്ച് ഉത്തരവാദിത്തം കാണിക്കണം. ഞാൻ എഴുതുന്ന സിനിമ ആയതുകൊണ്ട് ഞാൻ അഭിനയിച്ചു എന്നുള്ളതല്ല. ഞാൻ എഴുതി ആ ക്യാരക്ടർ താൻ തന്നെ ചെയ്യുമെന്ന് ഡയറക്ടർ പറഞ്ഞു, ഓക്കെ ഞാൻ എന്നാ ചെയ്തു. പക്ഷെ എനിക്കത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ അറ്റ്ലീസ്റ്റ് അഭിനയിക്കുന്ന സിനിമകളിലാണെങ്കിലും അതിൻ്റെ ഒരു ഹോംവർക്ക് ചെയ്യണം, അത് ഒരു ബെറ്റർ ആകണം. നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആകുന്ന പോലെ പ്രൊഫഷണൽ ആണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും എന്ത് പ്രൊഫഷൻ നമ്മൾ തിരഞ്ഞെടുത്താലും അതിൽ ബെറ്റർ ആകുക എന്നുള്ളതാണ്. അപ്പൊ ആ രണ്ട് രീതിയിൽ ഇവോൾവ് ചെയ്യണം എന്ന് എനിക്കുണ്ട്. പക്ഷെ ഒരിക്കലും ഇന്ന സിനിമകൾ ചെയ്യണം അങ്ങനെ ഒരു കാര്യം എന്റെ മനസ്സിൽ പോലും ഇല്ല. കാരണം യാദർച്ഛികമായിട്ട് സംഭവിക്കുന്നതാണ് എല്ലാം. അല്ല, സ്ക്രിപ്റ്റും അഭിനയം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു ടാസ്ക് ആണ്. കാരണം നിങ്ങൾ രണ്ടുപേരും കൂടെയാണ്, നിങ്ങൾ അപ്പോൾ സീനുകൾ മാറ്റേണ്ട കാര്യങ്ങൾ ലാലേട്ടന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അഭിനയം കൂടെ വരുമ്പോൾ നമുക്ക് ഒത്തിരി റിസ്ക് ഉണ്ടായിരുന്നു അല്ലെ? ഈ സിനിമയിൽ അത് കറക്റ്റാണ്. കാരണം അത് എവിടെയും ചോദിക്കാത്തൊരു കാര്യം. ഇപ്പൊ ഞാനും സാർ അത് എവിടെയോ പറഞ്ഞു. കാരണം തനിക്ക് ഇതിനകത്ത് 10-40 ദിവസം വർക്ക് ഉള്ളതാണ്. താനപ്പോ ഇതിന്റെ കൂടെ നിൽക്കുകയും വേണം. കാരണം കോടതിയാണ്, അപ്പൊ കാര്യങ്ങൾ നമ്മൾ നോക്കണം. മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, മൂവ്മെന്റ് ഒക്കെ നമ്മൾ നോക്കണം. ഇൻക്ലൂഡിങ് ഇവരുടെ ഡ്രസ്സൊക്കെ, ഈ ബാൻഡ് ഇല്ലേ, ഈ ബാൻഡ് കോട്ടിനുള്ളിൽ കിടന്നാൽ തന്നെ നമ്മൾ ബാൻഡ് പുറത്തേക്ക് ഇടണം എന്ന് പറയും ഇവരുടെയൊക്കെ. അപ്പൊ അത് നമ്മുടെ കണ്ണിലേ അത് പോകുള്ളൂ. കാരണം ഇവരുടെ സ്ഥിരം പാറ്റേൺ അല്ല. നമ്മൾ ആ കോടതി മുറിക്കുള്ളിൽ പെട്ടെന്ന് ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ നമുക്കാ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഫുൾ ടൈം ഞാൻ അവിടെ നിൽപ്പുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അപ്പോ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ സാറേ നേടോ താൻ രാവിലെ പോയി മേക്കപ്പ് ചെയ്ത് ഡ്രസ്സ് മാറിയിട്ട് നിൽക്കും, കാരണം നമുക്ക് ഇന്ന സീൻസ് ഉള്ളതാണ്. അപ്പൊ പക്ഷെ അത് രസകരമായിരുന്നു. സാറ് എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞു എനിക്കത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. താൻ അവിടെ പോയിരുന്ന് ഈ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതി അവിടെ ഇരിക്കുന്നു, താൻ എന്റെ കൂടെ മോണിറ്ററിന് അവിടെ ഇരിക്കുന്നു, തൊട്ടടുത്ത് പോയി അഭിനയിക്കുന്നു. അപ്പൊ പലപ്പോഴും ഞാൻ ഈ അറിയാണ്ട് ചിലപ്പോൾ സാറിന്റെ കൂടെ മോണിറ്ററിന്റെ പുറകെ ഇരിക്കുമ്പോൾ അടുത്ത ഷോട്ട് എടുക്കുന്നു സതീഷേട്ടൻ പറയും അയ്യോ ശാന്തി എടോ പോടോ പോയി അഭിനയിക്കണോ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരിക്കലും അതിനകത്ത് അഭിനയിക്കുകയാണ് എന്നൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. റിയാക്ഷൻ ഉണ്ടാകും ചില സമയങ്ങളിൽ പറയുമ്പോൾ മാത്രമാണ് ഇല്ലത്. ബാക്കിയൊക്കെ കാഷ്വലായിട്ട് ഞാനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെ അതെ അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാരക്ടർ അതിനകത്തുള്ള പ്രത്യേക അഭിനയമൊന്നും അഭിനയിച്ചിട്ടില്ല. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.